35 കഷ്ണങ്ങളായി മുറിക്കുമെന്ന വധുവിന്റെ ഭീഷണി ഭയന്ന് നവവരൻ ഉറക്കമില്ലാതെ കഴിഞ്ഞത് 3 ദിവസം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് സംഭവം. കാമുകനൊപ്പം പോകുന്നതിന് വേണ്ടിയായിരുന്നു വധുവിന്റെ ഭീഷണി. ദേഹത്തു തൊട്ടാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ വധു പിന്നീട് കാമുകനോടൊപ്പം തന്നെ പോയി. ഇരുപത്തിയാറുകാരനായ ക്യാപ്റ്റൻ നിഷാദ് ഏപ്രിൽ 29-നാണ് കർച്ചാനാദീഹ ഗ്രാമത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത്. വിവാഹത്തിന്റെ അടുത്ത ദിവസം തന്നെ സിതാര നിഷാദിനൊപ്പം പ്രയാഗ്രാജിലെ ഭർത്തൃവീട്ടിലെത്തി. ഏറെ സന്തോഷത്തോടെ പുതിയ ജീവിതം ആരംഭിക്കാമെന്ന് കരുതിയ ക്യാപ്റ്റൻ നിഷാദിന് പക്ഷേ തുടർന്നുള്ള 3 ദിവസം അതീവ ഭയത്തിന്റെയും ഉറക്കം ഇല്ലായ്മയുടേതും ആയിരുന്നു. മുറിയിലേക്കെത്തിയ നവവരൻ കാണുന്നത് ഒരു മൂലയിൽ നിശബ്ദമായി മൂടുപടം ധരിച്ചിരിക്കുന്ന വധുവിനെയാണ്. എന്നാൽ വിവാഹശേഷമുള്ള സ്വാഭാവിക നാണമായിരുന്നില്ല നവവധുവിന്. കാര്യമെന്തെന്നറിയാൻ അടുത്തേക്ക് ചെന്ന ഉടൻ വധുവിന്റെ ഭീഷണി. ഞാൻ അമാന്റെ പെണ്ണാണ്, എന്നെ തൊട്ടാൽ നിന്നെ 35 കഷ്ണങ്ങളാക്കും. മൂർച്ചയുള്ള കത്തി പിടിച്ച് രോഷാകുലിയായി നിന്ന സിതാരയെ കണ്ടതും ഭയന്ന് നിഷാദ് മുറിക്ക് പുറത്തെത്തി. സമീപകാലങ്ങളിലെ കൊലപാതകങ്ങളെക്കുറിച്ച് വാർത്തകളിൽ നിന്നറിഞ്ഞ നിഷാദ് അത്തരമൊരു വാർത്തയാകാൻ സ്വയം ആഗ്രഹിച്ചില്ല. ഉറങ്ങിയാൽ ജീവൻ ആപത്തെന്ന് ഭയന്ന് രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. ഇത് അടുത്ത 3 ദിവസങ്ങളിലും ആവർത്തിച്ചു. 4-ാം ദിവസം വിവാഹ പാർട്ടിക്കായി എത്തിയ മാതാപിതാക്കളോട് നിഷാദ് കാര്യങ്ങൾ പറഞ്ഞു. അവരോടും സിതാര പറഞ്ഞത് തനിക്ക് അമാനെ ഇഷ്ടമാണ്, നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹം കഴിച്ചത്. തനിക്ക് അമാനോടൊപ്പം ജീവിക്കണമെന്നും അവന് മാത്രമേ തന്നെ തൊടാൻ കഴിയൂ എന്നുമാണ്. പിന്നാലെ സിതാരയുടെ കുടുംബത്തെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇരു കുടുംബവും ചേർന്ന് സംസാരിക്കുകയും കാമുകനെ മറന്ന് ഭർത്താവിനോടൊപ്പം കഴിയാൻ സിതാരയോട് പറയുകയും ചെയ്തു. എന്നാൽ നിഷാദിനോടുള്ള ഭീഷണി തുടർന്ന സിതാര മെയ് 30-ന് കാമുകനൊപ്പം പോയി. വീടിന്റെ മതിൽ ചാടിക്കടന്നായിരുന്നു കാമുകന്റെ അടുത്തേക്കുള്ള യാത്ര. ഏറെ സ്വപ്നം കണ്ട വിവാഹ ജീവിതം തകിടം മറിഞ്ഞെങ്കിലും ജീവൻ രക്ഷപ്പെട്ട സന്തോഷത്തിലാണ് ക്യാപ്റ്റൻ നിഷാദ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.